പടം സെറ്റ് ഇനി ബാക്കി കാണണം. സൂപ്പർ. സെറ്റ് ഫൈറ്റ് സീൻസ്. ഈ പടം കണ്ടു കഴിയുമ്പോൾ ഈ സ്വർണം പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഹീറോ ആവും. ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് ഉണ്ടെങ്കിൽ ബാക്കി പറയാം പടം എത്രത്തോളം ഇരിക്കുന്നു. ഒരു എന്താണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അടുത്തവരെ വെള്ളപൂശുന്ന പടമാണോ? വെള്ളപൂശുന്ന പോലെയല്ല. ഇപ്പോൾ സിനിമക്കകത്ത് ഇപ്പോൾ രാഷ്ട്രീയം പോസിറ്റീവ് നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകത്തൊരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ഒരാൾക്ക് എന്താ പറയുക, പല്ലിനെ പല്ലുകൊണ്ട് നേരിടുക എന്ന് പറയുന്ന പോലെ നഖത്തെ നഖം കൊണ്ട് നേരിടുക എന്ന് പറയുന്ന പോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വില്ലൻ ചെയ്യുന്ന അതേ രീതിയിൽ വില്ലനെ എതിരിടുക എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മളും പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ക്യാരക്ടർക്ക് അത് എതിരെ നിൽക്കുന്ന ആൾ വയലൻസ് ആണെങ്കിൽ തിരിച്ചും നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടി എടുക്കേണ്ടി വരും എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, ഒരു ബിൽഡപ്പ് അങ്ങനെയുള്ള രീതിയിലാണ് വന്നത്. അങ്ങനെ വെള്ളപൂശുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക അതിൻ്റെ ആ വശങ്ങളും സിനിമയ്ക്കകത്ത് എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്കും ആ പടത്തിൻ്റെ മൊത്തത്തിലുള്ള മെസ്സേജ് എങ്ങനെ വരുന്നു എന്നുള്ള രീതിയിൽ അനുസരിച്ചിരിക്കും. ഇതുവരെയുള്ള രീതിയിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഈ പടം കണ്ടു കഴിയുമ്പോൾ ഈ സ്വർണം പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഹീറോ ആവും. അല്ല, അതിനുള്ള റീസൺ പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളൊരാളെ അതിനിപ്പം ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ അതിനെ വെള്ളപൂശി എന്നുള്ള രീതിയിലേക്ക് വേണ്ട. അതിനകത്ത് റീസൺ സിനിമയെ നമ്മൾ സിനിമയായിട്ട് കണ്ടാൽ പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്ര ഒരു വലിയൊരു ബിസിനസ്മാനോ വലിയൊരു പൊളിറ്റീഷ്യനോ നേരിട്ട് ഇറങ്ങി കളിച്ച ഏത് സംഭവമുണ്ട്. അവർക്ക് ഇതിനൊക്കെ വെക്കാൻ ആളുകളെ വേറെയുണ്ട്, അവർ പിടിക്കപ്പെടാത്ത രീതിയിൽ. പക്ഷേ സിനിമയിൽ നമ്മൾ കാണുന്നത് ഇവർ നേരിട്ടിറങ്ങി ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ റിയൽ ലൈഫിൽ കാണാറില്ലല്ലോ. അങ്ങനെ അവർ തെളിവ് അവശേഷിപ്പിക്കാതെ ചെയ്യുന്നു. സിനിമയിൽ ഇവർ തന്നെ നായകനും ഹീറോ നേരിട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുള്ള വ്യത്യാസമുണ്ട് സിനിമയ്ക്ക്. ഫസ്റ്റ് ഹാഫ് ഒരു ഇഷ്ടമില്ല, സെക്കൻഡ് ഹാഫ് കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ. പൃഥ്വിരാജിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. സ്ക്രിപ്റ്റും ഡയറക്ഷനും വൈശാഖ് ഇതെല്ലാവരും അടിപൊളിയാണ്. സ്റ്റോറി ഉണ്ട് കേട്ടോ. പിന്നെ കൊള്ളാം, അടിപൊളിയാണ്. നമ്മള് അടിപ്പടമാണ്. പിന്നെ അടിപ്പടമാണ്, കഥയുണ്ട്, നല്ല കഥയുണ്ട്, ഇമോഷണലുണ്ട്. ഇതുവരെ കഴിഞ്ഞ ഇടയ്ക്ക് വന്നതിലൊക്കെ ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ജിനുവി അബ്രഹാം ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ട് നൈസായിരുന്നു. പൃഥ്വിരാജിന്റെ ഇൻട്രോയും ഫൈറ്റ് കിട്ടുമായിരുന്നു. ബാക്കി സെക്കൻഡ് ഹാഫ് ഉണ്ട് പറയാം. ഇതുവരെ വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോയി. നല്ല പടം, നല്ലൊരു പീസ് ഔട്ട് സിനിമ കൊണ്ടുപോയി. ഒരു ലാഗ് അടിച്ചില്ല. ബാക്കി സെക്കൻഡ് ഹാഫ് ഉണ്ട് പറയാം. കിട്ടുമായിരുന്നു. ജെയ്സ് ബിജോനെ ബിജിഎം ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഇടുന്നുണ്ട്. ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. ബാക്കി സെക്കൻഡ് ഹാഫ് ഉണ്ട് പറയാം. സെക്കൻഡ് ഹാഫ് ഉണ്ടെങ്കിൽ ബാക്കി പറയാം പടം എത്രത്തോളം ഇരിക്കുന്നു. സ്റ്റൈലിഷ് മൊത്തം സ്റ്റൈലാണ്. നല്ല ഫൈറ്റും നല്ല പഞ്ച് ഫൈറ്റും. പൃഥ്വിരാജിൻ്റെ ഫൈറ്റിനെ പിന്നെ പറയേണ്ട കാര്യമില്ല, അടിപൊളി. പിന്നെ രഞ്ജീവ് പണിക്കർ, ഇന്ദ്രൻസ്, പിന്നെ നീലുണ്ട്. വേറെ കത്തിയിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചു. അടിപൊളിയാണ്, രസമുണ്ട് കാണാനായിട്ട്. അടി അങ്ങനെയല്ല, ആകെ ഒരു ഫൈറ്റേ കാണിച്ചുള്ളൂ. പക്ഷെ നല്ല അടിപൊളി, നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ് സ്റ്റൈൽ, എന്താ ലുക്ക് കാണാനായിട്ട് ഭയങ്കര വൈശാഖിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് പറയേണ്ട കാര്യമില്ല. പിന്നെ വൈശാഖ് കൊണ്ട് ചേർന്ന നല്ല പക്ക മാസം ഇനി അവിടെ കാണാൻ കിടക്കണുള്ളൂ. ഒരു എന്താണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്വർണ്ണക്കടത്തും അതിൻ്റെ പുറകിലുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിലൊരു ഇൻട്രോ പോലെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രോയും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആളെന്നുള്ള രീതിയിൽ പറയാം. എനിക്കൊന്നും അതാണ് ഒരു പക്ഷേ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ പല രംഗങ്ങളിലും ഏറ്റവും അധികം എലിവേഷൻ ഉണ്ടായത് തന്നെ ആ ഒരു പേരും ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പോഴാണ് തിയേറ്ററിൽ ഏറ്റവും അധികം രോമാഞ്ചം ഉണ്ടായിരുന്നത്. പിന്നെ പൃഥ്വിരാജ് ആദ്യ ഹാഫിൽ തന്നെ ഒരുപാട് ലുക്കുകൾ മാറി വരുന്നുണ്ട്. സമീപകാലത്ത് കണ്ട ഏറ്റവും ഗ്ലാമർ ലുക്കിലുള്ള ഒരു പൃഥ്വിരാജിനെ ഇതിനകത്ത് കാണാൻ പറ്റി. നല്ല യങ് ലുക്കിലുള്ള പൃഥ്വിരാജ്. സ്ലോ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് കഥ, ഒരു സ്ലോ ബിൽഡിങ്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് വന്നിരിക്കുന്നത്. ഇതുവരെ ഒരു വലിയൊരു സംഭവത്തിനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു സ്ലോ പേസിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്കോറും അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിൽ വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈശാഖിന് സാധിച്ചിട്ടുണ്ട്.